നമസ്കാരം, എല്ലാവർക്കും നാട്ടുവൈദ്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു കുടിവെള്ളത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾ എപ്പോഴും കുടിക്കേണ്ട ഒരു കുടിവെള്ളം. ഈ കുടിവെള്ളം മെയിനായിട്ട് PCOD ഉള്ള സ്ത്രീകൾക്ക്, BP ഉള്ള ആൾക്കാർക്ക്, ഷുഗറുള്ള ആൾക്കാർക്ക്, കരളിൻ്റെ രോഗമുള്ള ആൾക്കാർക്ക്, അതേപോലെ തന്നെ കിഡ്നി പേഷ്യൻസിന്, ഇതിനെല്ലാം ഈ ഒരൊറ്റ മരുന്ന് മാത്രം മതി. ഈ മരുന്നിൻ്റെ കുടിവെള്ളം മാത്രം മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. അതുകൂടാതെ ആരുടെയെങ്കിലും ശരീരത്തിൽ നീരുണ്ടെങ്കിൽ അവർക്കും ഈ മരുന്ന് ഉപയോഗിക്കാം. തുടർച്ചയായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നീരൊക്കെ കമ്മിയാവും. അതായത് ചിലർക്ക് കയ്യിൽ അതേപോലെ തന്നെ കാലിലൊക്കെ നീര് വന്ന് വീങ്ങും. അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ നീര് കമ്മിയാവും. അതുകൂടാതെ ശരീരം മുഴുവൻ ശുദ്ധിയായിട്ട് പുതിയ ഒരു ശരീരം ഉണ്ടാവും. ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ള ഒരു മരുന്നിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതുകൂടാതെ മൂത്രപ്രശ്നം, ചിലർക്ക് മൂത്രം കറക്റ്റായിട്ട് പോവില്ല, ഒരുപാട് പ്രാവശ്യമായിട്ട് പോവും, അത് ഫുള്ളായിട്ട് പോവില്ല, ചില സമയത്ത് വേദനയോടുകൂടി പോവും, ചില സമയത്ത് ഈ കല്ലിൻ്റെ ഉപദ്രവം ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു 100 കൂട്ടം അസുഖങ്ങൾക്ക് ഈ ഒരു കുടിവെള്ളം മാത്രം മതി. സിംഗിളായിട്ടുള്ള ഒരു ഒറ്റമൂലി മരുന്നാണ് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ചിട്ട് BP ഉള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഷുഗറുള്ള ആൾക്കാർക്ക്. കാരണം ഇങ്ങനത്തുള്ള ആൾക്കാരാണ് ഇന്ന് മുഴുവൻ ലോകത്ത് മുഴുവൻ ഉള്ളത്. ചിലർക്ക് കൂടുതൽ വണ്ണം ഉണ്ടാവും, അവർക്കും ഈ മരുന്ന് പ്രയോഗിക്കാം. ഏതാണ് ഈ മരുന്ന് എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും. ഈ മരുന്നിൻ്റെ പേരാണ് തഴുതാമ അല്ലെങ്കിൽ പുനർനവ എന്ന് വിളിക്കുന്ന ഒരു ചെടി. ഇത് നമുക്ക് എല്ലായിടത്തും കാണും. ഇത് വെള്ളപ്പൂവുള്ളതുണ്ട്, അതേപോലെ തന്നെ ചുവന്ന പൂവുള്ളതുണ്ട്. 2 തരം തഴുതാമകളുണ്ട്. അപ്പോൾ ഈ തഴുതാമ എന്ന് പറയുന്നത്, പുനർനവ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള പടം കിട്ടും. അതിൽ ചുവന്ന പൂവുള്ളതാണ് കുറച്ചുകൂടി നല്ലത്. വെള്ളപ്പൂവുള്ള സാധാരണ തഴുതാമയേക്കാളും ചുവന്ന പൂവുള്ളതാണ് കുറച്ച് നല്ലത്. ഇത് നമ്മൾ ഡെയിലി അതിൻ്റെ തണ്ടും ഇലകളെല്ലാം ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളത്തിലിട്ടതിന് ശേഷം ഇതിന് നല്ലപോലെ തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിൽ, പ്ലാസ്റ്റിക്കിൽ നമ്മൾ ഒഴിവാക്കുക, ഗ്ലാസ് ബോട്ടിൽ അത് നിറച്ചതിന് ശേഷം നമ്മൾ പോകുന്ന ഓഫീസിലോ അല്ലെങ്കിൽ നമ്മൾ പണി ചെയ്യുന്ന അവിടേക്കോ നമ്മൾ ഈ വെള്ളം കൊണ്ടുപോവുക. അതിൽ വേണമെങ്കിൽ ഒരല്പം ഇഞ്ചി ഇടാം. നമുക്ക് ഇഞ്ചി ഇട്ട് എപ്പോഴും തിളപ്പിക്കുന്നതാണ് ഏത് കഷായത്തിനും നല്ലത്. കാരണം ഈ ഇഞ്ചി ഇടുന്ന സമയത്ത് ഇതിൻ്റെ ഡൈജസ്റ്റീവ് പവർ നമ്മുടെ കൂടും. അതുകൂടാതെ ഇതുകൊണ്ട് ഗ്യാസോ അങ്ങനത്തുള്ള വല്ല പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതൊക്കെ പരിഹരിക്കും. ഇപ്പോൾ ചുക്കില്ലാത്ത കഷായമില്ല നമ്മൾ പറയും. അതിൻ്റെ മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഗ്നിയുടെ സ്വഭാവത്തിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക് ഇടുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇഞ്ചി ഇടുക. ഇഞ്ചി ഇട്ടതിന് ശേഷം ഇത് ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കാം. അളവ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ കുറച്ച് പറിച്ചെടുക്കുക, ഒരു പിടി, എന്നിട്ട് ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം ഒരു വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ തിളപ്പിച്ചതിന് ശേഷം ഈ വെള്ളം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കാം. ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതിൽ ഒരു ബെനിഫിറ്റ്, ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ളൊരു ബെനിഫിറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ സ്ത്രീ ഔഷധങ്ങളെ കുറിച്ചിട്ട് വളരെ നല്ല അറിവുള്ളൊരു സ്ത്രീയാണ്. 80-ൽ പരം വയസ്സായി, 80-85 വയസ്സായി. ഈ സ്ത്രീ ഒരിക്കൽ ആക്സിഡൻറ്റിൽ പെട്ടു, ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ടു. കാർ ആക്സിഡൻറ്റിൽ പെട്ടതിന് ശേഷം ഒരുപാട് സ്പ്രെയിന്, അതേപോലെ തന്നെ ഒരുപാട് എല്ല് പൊട്ടൽ അങ്ങനെയൊക്കെ ഉണ്ടായി. ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയതിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞു, ഈ സ്ത്രീ ഒരു 6 മാസക്കാലം ഇവർ എഴുന്നേൽക്കാൻ പോകുന്നില്ല, ബെഡിൽ തന്നെ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഈ സ്ത്രീനോട്. അവർ ഈ പൊട്ടി എല്ലിനൊക്കെ ബാൻഡേജൊക്കെ ഇട്ടതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാൻ പറഞ്ഞു. വീട്ടിൽ പോയി, ഈ പേഷ്യൻ്റ് വീട്ടിൽ പോയി. ഡോക്ടർമാർ പറഞ്ഞു ഒരു 6 മാസത്തേക്ക് ഈ സ്ത്രീ എന്തായാലും നടക്കാൻ പറ്റില്ല, കാരണം അത്രയധികം ഒടുവും ചതവൊക്കെ ഉണ്ട്, ശരീരം മുഴുവൻ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ സ്ത്രീ ഒരൊറ്റ മാസം കൊണ്ട് ഈ സ്ത്രീ എണിച്ച് നടക്കാൻ തുടങ്ങി, ഒരു പ്രശ്നമില്ലാതെ. ശരീരത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവരുടെ പോയി. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ രഹസ്യം എന്താണ്? അവർ ഡെയിലി ഈ തഴുതാമ അല്ലെങ്കിൽ പുനർനവ എന്നതിൻ്റെ വെള്ളം അവർ കഷായം വെച്ചിട്ട് കുടിച്ചു. പുനർനവ എന്ന് പറയുന്ന അതിൻ്റെ പേര് തന്നെ, തഴുതാമയുടെ സംസ്കൃതത്തിൻ്റെ പേരാണ് പുനർനവ. പുനർനവ എന്ന് പറയുന്നത് വീണ്ടും മനുഷ്യനെ നവീകരിക്കുന്നത് അല്ലെങ്കിൽ പുതുതാക്കുന്നത് എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന വിഷങ്ങളെയും മുഴുവൻ നിർവീര്യമാക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു പുതുജീവൻ നൽകുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ് ഈ പുനർനവയ്ക്കുള്ളത്. അതായത് രസായന ഗുണമുള്ളൊരു സ്വഭാവമാണ്. രസായനം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള രസത്തെ
എല്ലാ സ്ഥലങ്ങളിലേക്കും അയക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ബ്ലോക്കിനെയൊക്കെ ഇത് നീക്കിയിട്ട് ശരീരത്തിൻ്റെ രസത്തിൻ്റെ പ്രവാഹത്തെ സുഗമമാക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ രസം എല്ലായിടത്തും എത്തുകയാണെങ്കിൽ നമുക്ക് സപ്തധാതുക്കൾ ഉണ്ടാവുകയും രോഗം നമുക്ക് അതുമൂലം നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൂടാതെ ഈ തഴുതാമ ഷുഗറിന് ഏറ്റവും നല്ല മരുന്നാണ്. BP ഉള്ളവർക്ക് ഏറ്റവും നല്ല മരുന്നാണ്. ഹൃദയത്തിൽ ആർക്ക് ബ്ലോക്ക് ഉണ്ടോ, ശരീരത്തിൽ എവിടെ ബ്ലോക്ക് ഉണ്ടോ ആ ബ്ലോക്ക് നീക്കാൻ വേണ്ടിയിട്ട് ഈ തഴുതാമയുടെ കഷായം മാത്രം മതി. ഞാൻ നേരത്തെ ഹൃദയ ബ്ലോക്കിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അതിൻ്റെ പ്രയോഗം പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക. ഹൃദയത്തിൻ്റെ ബ്ലോക്കിന് തഴുതാമയില, അതേപോലെ തന്നെ കറിവേപ്പില, കുരുമുളക്, വെളുത്തുള്ളി, ഈ 4 കൂടിയിട്ടുള്ള യോഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി അരച്ച് കഴിഞ്ഞാൽ എത്ര വലിയ അഞ്ചൈന അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള വേദനയും വളരെ പെട്ടെന്ന് മാറും എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഹാർട്ടിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി നിങ്ങളെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. അപ്പോൾ ഇത് അത്രയധികം ഗുണമുള്ള ഒരു സംഗതിയാണ്. അതുകൂടാതെ നമ്മുടെ കിഡ്നിനെ മുഴുവൻ ശുദ്ധീകരിക്കും. മൂത്രപ്രശ്നങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതാക്കും. കിഡ്നി രോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മരുന്നാണ്. കരളിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മരുന്നാണ്. അപ്പോൾ ഈ മദ്യപിക്കുന്ന ആൾക്കാർ, അവർക്ക് ഒരുപാട് കരളിൻ്റെ രോഗങ്ങളുണ്ടാകും. അവർക്ക് ഈ പുനർനവയുടെ കഷായം കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ പക്ഷാഘാതം പിടിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ ഉള്ളിൽ ഈ ബ്ലോക്കുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട്, രക്തസഞ്ചാരം സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മരുന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പക്ഷാഘാതം അവരുടെ വളരെ പെട്ടെന്ന് മാറും. ശരീരത്തിലെ നെർവ്സ് എല്ലാം പുതിയതിന് ശേഷം അവർക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു സംഗതിയാണ് തഴുതാമ അല്ലെങ്കിൽ പുനർനവ എന്നുള്ള സാധനം. പൊണ്ണത്തടി കുറയ്ക്കാൻ ഇത് ഏറ്റവും നല്ലതാണ്. കൂടുതൽ തടിയുള്ളവർ ഇതിൻ്റെ വെള്ളം വെച്ചിട്ട് കുറേ ദിവസം നിങ്ങൾ കുടിച്ചു നോക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത എല്ലാ കൊഴുപ്പുകളും ഉരുകി പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ തഴുതാമയ്ക്കുണ്ട്. പ്രത്യേകിച്ച് ഈ PCOD ഉള്ള സ്ത്രീകളൊക്കെ ഈ തഴുതാമയുടെ വെള്ളം നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ മുഴകൾക്കൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പിനെല്ലാം അത് ഇല്ലാതാക്കും. വളരെ ഗുണകരമായിട്ടുള്ളൊരു സംഗതിയാണ് ഈ തഴുതാമ എന്ന് പറയുന്നത്. പക്ഷേ ഇത് പ്രയോഗിക്കുന്ന സമയത്ത് നമ്മൾ കാപ്പി, ചായ എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് ഒഴിവാക്കുക. പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ട് ഒഴിവാക്കുക. അതുകൂടാതെ വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങളെ മാത്രം സ്വീകരിക്കുക. പ്രകൃതി ചികിത്സയെപ്പറ്റി നിങ്ങൾ കൂടുതൽ പഠിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു രോഗങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധുക്കളുമായിട്ട് നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും നമസ്കാരം.